പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് റിലേഷൻസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് സെറ്റ്സ് എന്താണ് എന്നുള്ളത് പഠിച്ചു. നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോ തൊട്ട് കാണുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഇടയ്ക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ വീഡിയോസ് കാണുമ്പോൾ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ വീഡിയോസ് തൊട്ട് കാണുക. അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ റിലേഷൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എക്സാമ്പിളിലൂടെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ മനസ്സിലാവും. കൺസിഡർ ദ ടു സെറ്റ്സ് പി ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു സെറ്റ് അലി, ബാനു, ബിനോയ്, ചന്ദ്ര, ദിവ്യ. അപ്പോൾ ഇവിടെ രണ്ട് സെറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ സെറ്റിൽ നമുക്ക് ലെറ്റേഴ്സ് ആണ് തന്നിട്ടുള്ളത്. രണ്ടാമത്തെ സെറ്റിൽ നമുക്ക് നെയിംസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ സെറ്റിൽ ടോട്ടൽ 3 എലമെൻറ്റ്സ് ഉണ്ട്. രണ്ടാമത്തേതിൽ 5 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് എത്ര ഓർഡേർഡ് പെയേഴ്സ് നമുക്ക് കിട്ടും? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 3ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. 3 × 5 15 ഓർഡേർഡ് പെയേഴ്സ് നമുക്ക് ഇതിനകത്ത് നിന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഓർഡേർഡ് പെയേഴ്സിൻ്റെ സെറ്റിനെ നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ പി ക്രോസ് ക്യൂ നമ്മൾ സെറ്റായിട്ടാണ് എഴുതുന്നത്. എന്തൊക്കെ എഴുതാം? എ വെച്ചിട്ട് ഈ 5 എണ്ണവും എഴുതും. എ അലി, എ ബാനു, എ ബിനോയ്, എ ചന്ദ്ര, എ ദിവ്യ, ബി അലി, ബി ബാനു, ബി ബിനോയ്, ബി ചന്ദ്ര, ബി ദിവ്യ, പിന്നെ സി വെച്ചിട്ട് അങ്ങനെ 15 ഓർഡേർഡ് പെയേഴ്സ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ എന്തെഴുതാം? എ അലി എഴുതാം. അത് കഴിഞ്ഞ് എ ബാനു. ഞാൻ മുഴുവൻ എഴുതുന്നില്ല കേട്ടോ. എന്നിട്ട് അങ്ങനെ എഴുതി ലാസ്റ്റ് സി വെച്ചിട്ട് സി ദിവ്യ. ഇങ്ങനെ 15 ഓർഡേർഡ് പെയേഴ്സ് നമുക്കിവിടെ എഴുതാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച കാര്യമാണ്. ഇനി നമുക്ക് ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിനകത്ത് നിന്ന് നമുക്കിതിൻ്റെ ഒരു സബ്സെറ്റ് എഴുതാം. ആ സബ്സെറ്റ് നമ്മൾ എഴുതുന്നത് ഒരു റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഈ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ എക്സ് ആയും സെക്കൻഡ് എലമെൻറ്റിനെ നമ്മൾ വൈ ആയിട്ടും എടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഓർഡേർഡ് പെയർ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് കോമ വൈ ആയിട്ട് എടുക്കാം. ഈ ഓർഡേർഡ് പെയറുകളിലെ ഫസ്റ്റ് എലമെൻറ്റിനെ എക്സ് ആയിട്ടും സെക്കൻഡ് എലമെൻറ്റിനെ വൈ ആയിട്ടും എടുത്താൽ നമ്മുടെ ഓർഡേർഡ് പെയറിനെ നമ്മൾ എക്സ് കോമ വൈ ആയിട്ട് എഴുതുന്നു. ഈ എക്സ് കോമ വൈ നമ്മൾ ഒരു റിലേഷൻ വെച്ചിട്ട് നമ്മളിനി അടുത്ത ഒരു സബ്സെറ്റ് ഉണ്ടാക്കുന്നു. അതായത് ഈ പി ക്രോസ് ക്യൂവിൻ്റെ ഒരു സബ്സെറ്റ് നമ്മൾ എഴുതുന്നു. ആ സബ്സെറ്റ് നമ്മളൊരു റിലേഷൻ വെച്ചിട്ടാണ് എഴുതുന്നത്. ആ റിലേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടെ തന്നിരിക്കുന്ന നെയിമുകളുടെ ഫസ്റ്റ് ലെറ്റർ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് വരുന്ന ഓർഡേർഡ് പെയറുകളെ നമ്മൾ എടുക്കുന്നു. അതായത് അലിയുടെ ഫസ്റ്റ് ലെറ്റർ എ ആണ്. അപ്പോൾ ഈ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റ് എ ആയിട്ട് വരുന്നു. അതേപോലത്തെ വേറെ എന്തുണ്ട്? ബിയും ബാനുവും എടുക്കാം. ഭാനുവിൻ്റെ ഫസ്റ്റ് ലെറ്റർ ബി ആണ്. അപ്പോൾ ഫസ്റ്റ് ആ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റും ബി ആണ്. ഇങ്ങനെ വരുന്ന റിലേഷൻ വരുന്ന ഓർഡേർഡ് പെയറുകളെ നമ്മൾ അടുത്ത സബ്സെറ്റായിട്ട് എഴുതുന്നു. അപ്പോൾ ആദ്യം നമുക്കതിനെ ഒന്ന് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം. അപ്പോൾ റിലേഷനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആർ വെച്ചിട്ടാണ് എഴുതുക. ആർ ഈസ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് നമ്മുടെ റിലേഷൻ എന്താണ്? ഇനി നമ്മൾ ആ റിലേഷൻ എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. എന്താണ് റിലേഷൻ? എക്സ് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദി നെയിം വൈ. അത് നമ്മളിവിടെ എഴുതുന്നു. എക്സ് ഈസ് ദി ഫസ്റ്റ് ലെറ്റർ ഓഫ് ദി നെയിം വൈ. ഇനി ഈ എക്സും വൈയും എവിടെയാണ്? എക്സ് ഏതിലുള്ളതാണ്? പിയിലുള്ളതാണ്. അപ്പോൾ എക്സ് ബിലോങ്സ് ടു പി. വൈ എവിടെയുള്ളതാണ്? ക്യൂവിലുള്ളതാണ്. വൈ ബിലോങ്സ് ടു ക്യൂ. ഇതാണ് നമ്മുടെ റിലേഷൻ. ഈ റിലേഷൻ വെച്ചിട്ട് ഇനി നമ്മൾ സബ്സെറ്റ് എഴുതാൻ പോവാണ്. അപ്പോൾ എന്തൊക്കെ എഴുതാം? എ അലി എഴുതാം. പിന്നെന്തെഴുതാം? ബി ഭാനു എഴുതാം. ബി വെച്ചിട്ട് ഒന്നുകൂടെ ഉണ്ട്, ബി ബിനോയ് എഴുതാം. ഇനി സി വെച്ചിട്ടുള്ളത് ചന്ദ്ര, സി ചന്ദ്ര. അപ്പോൾ നമുക്ക് 4 ഓർഡേർഡ് പെയറുകളാണ് ഈ റിലേഷനകത്ത് നിന്ന് നമുക്ക് കിട്ടിയത്. മനസ്സിലായല്ലോ? ഈ പി ക്രോസ് ക്യൂ എന്ന കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ നിന്ന് നമ്മളൊരു റിലേഷൻ യൂസ് ചെയ്തിട്ട് ഒരു സബ്സെറ്റ് ഉണ്ടാക്കി. ആ സബ്സെറ്റാണ് ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ റിലേഷൻ എന്താണ്? എക്സ് ഈസ് ദി ഫസ്റ്റ് ലെറ്റർ ഓഫ് ദി നെയിം വൈ. ഇനി ഈ റിലേഷനെ നമുക്ക് ആരോ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം.
അതായത് ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ, ഈ റിലേഷൻ ആറിൻ്റെ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെ നമ്മൾ ആരോ ഡയഗ്രം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ആരോ ഡയഗ്രം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൂടെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഓവൽ ഷേപ്പിലുള്ള 2 സർക്കിളുകളാണ് നമ്മൾ എടുക്കുന്നത്. ഇത് പി, ഇത് ക്യൂ. പിക്കകത്ത് എന്തൊക്കെയാണ്? എ, ബി, സി. ക്യൂവിനകത്ത് നെയിമുകളാണ് അലി, ബാനു, ബിനോയ്, ചന്ദ്ര, ദിവ്യ. ഇനി നമ്മൾ നമ്മുടെ റിലേഷൻ പിയിൽ നിന്ന് ക്യൂവിലേക്കാണ് നമ്മുടെ റിലേഷൻ. ഏതൊക്കെയാണ്? എ, അലി. അപ്പോൾ നമ്മൾ എയിൽ നിന്ന് അലിയിലേക്കുള്ള റിലേഷൻ കാണിക്കാൻ ഇങ്ങനെ നമ്മളൊരു ആരോ കൊടുക്കും കേട്ടോ. ബി, ബാനു. ബിയിൽ നിന്ന് വീണ്ടും ഒരെണ്ണം കൂടെ ഉണ്ട്, ബിനോയ്. സിയിൽ നിന്ന് ചന്ദ്ര. ഇങ്ങനെ നമുക്ക് ആരോ ഡയഗ്രം യൂസ് ചെയ്ത് നമുക്ക് ഈ റിലേഷനെ കാണിക്കാനായിട്ട് പറ്റും. ഇനി നോക്കിയേ, ഈ റിലേഷനകത്ത് നമുക്ക് കുറേ ടേംസുകളും കൂടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എ അലി, ബി ബാനു, ബി ബിനോയ്, സി ചന്ദ്ര ഇങ്ങനെ നമ്മൾ എഴുതിയില്ലേ. ഇതിലെ സെക്കൻഡ് എലമെൻറ്റ് ഈസ് കോൾഡ് ദി ഇമേജ് ഓഫ് ദി ഫസ്റ്റ് എലമെൻറ്റ്. അതായത് ഈ ഓർഡേഡ് പെയറിലെ സെക്കൻഡ് എലമെൻ്റായ അലി എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഇമേജാണ്. Ali is the image of A, Banu is the image of B, Binoy is the image of B, Chandra is the image of C. മനസ്സിലായല്ലോ? The second element is called the image of the first element. സെക്കൻഡ് എലമെൻറ്റിനെ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഇമേജ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി നമ്മുടെ ഈ റിലേഷനകത്തെ ഓർഡേഡ് പെയറുകളിലെ ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ ഡൊമൈൻ എന്ന് വിളിക്കും. അതായത് എ, ബി, സി ഇത് മൂന്നും എന്തായിരിക്കും? ഡൊമൈൻ ആയിരിക്കും. അപ്പോൾ ഡൊമൈൻ എന്തൊക്കെയായിരിക്കും ഇവിടെ വരിക? സെറ്റ് എ, ബി, സി ഇത് ഡൊമൈനാണ്. ഇനി നമ്മുടെ റിലേഷനിലെ സെക്കൻഡ് എലമെൻറ്റുകളെ നമ്മൾ റേഞ്ച് എന്ന് വിളിക്കും. ഇത് നിങ്ങൾ നന്നായി മനസ്സിലാക്കി വെച്ചോണം. ഇത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുള്ളതാണ് കേട്ടോ. സെക്കൻഡ് എലമെൻറ്റുകളെ നമ്മൾ റേഞ്ച് എന്ന് വിളിക്കും. അപ്പോൾ റേഞ്ച് ഏതൊക്കെ വരും? അലി, ഭാനു, ബിനോയ്, ചന്ദ്ര ഇത് 4ഉം റേഞ്ചാണ്. അപ്പോൾ നമ്മുടെ റിലേഷനിലെ ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റുകളെ നമ്മൾ ഡൊമൈൻ എന്ന് വിളിക്കും, സെക്കൻഡ് എലമെൻറ്റുകളെ നമ്മൾ റേഞ്ച് എന്ന് വിളിക്കും. ഇനി ഈ ഹോൾ സെറ്റിനെ നമ്മൾ, അതായത് ഈ ക്യൂ എന്ന് പറയുന്ന ഈ ഹോൾ സെറ്റിനെ നമ്മൾ കോ ഡൊമൈൻ എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ കോ ഡൊമൈൻ എന്ന് വിളിക്കും. കോ ഡൊമൈനിൽ അപ്പോൾ എന്തൊക്കെ വരും? അലി, ഭാനു, ബിനോയ്, ചന്ദ്ര, ദിവ്യ ഇത്രയും കോ ഡൊമൈനകത്ത് വരും. അപ്പോൾ നോക്കിയേ, ഈ റേഞ്ച് എന്ന് പറയുന്നത് കോ ഡൊമൈനിൻ്റെ എന്താണ്? സബ്സെറ്റ് ആണ് അല്ലേ? കോ ഡൊമൈനിലുള്ള അതേ കോ ഡൊമൈനിലെ ഉള്ള എലമെൻസുകളാണ് റേഞ്ചിൽ വന്നിട്ടുള്ളത്. റേഞ്ചിലെ എല്ലാ എലമെൻസുകളും എവിടെയുണ്ട്? കോ ഡൊമൈനിലുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? റേഞ്ച് ഈസ് ദി സബ്സെറ്റ് ഓഫ് കോ ഡൊമൈൻ എന്ന് പറയാം. അപ്പോൾ മനസ്സിലായല്ലോ? കോ ഡൊമൈൻ എഴുതുമ്പോൾ നമ്മുടെ സബ്സെറ്റിനകത്തതല്ല എഴുതുന്നത്. നമുക്ക് ആദ്യം തന്നിരുന്ന ഈ സെറ്റിനെ ആണ് നമ്മൾ കോ ഡൊമൈനായിട്ട് എടുക്കുന്നത്. റേഞ്ചും ഡൊമൈനും എന്ന് പറയുന്നത്, ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മളെടുത്ത സബ്സെറ്റിനകത്തെ, അതായത് റിലേഷനകത്തെ ഓർഡേഡ് പെയറുകളുടെ ഫസ്റ്റ് എലമെൻറ്റുകളാണ് ഡൊമൈൻ. ആ ഓർഡേഡ് പെയറിലെ സെക്കൻഡ് എലമെൻറ്റുകളാണ് റേഞ്ച്. കോ ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്യൂ മൊത്തം, അതാണ് കോ ഡൊമൈൻ. റേഞ്ച് എപ്പോഴും കോ ഡൊമൈൻ്റെ എന്തായിരിക്കും? സബ്സെറ്റ് ആയിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ദ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി ഈസ് ദ നമ്പർ ഓഫ് പോസിബിൾ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. അതായത് നമ്മൾ എഴുതിയ ഇവിടെ നമ്മൾ പി ക്രോസ് ക്യൂ ആണ് എടുത്തല്ലേ. പി ക്രോസ് ക്യൂവിലെ പോസിബിൾ സബ്സെറ്റുകളുടെ നമ്പറിനെയാണ് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ എൻ ഓഫ് എ, നമ്മൾ 2 സെറ്റുകൾ എയും ബിയും എടുക്കുന്നു. എൻ ഓഫ് എ എന്ന് പറയുന്നത്, അതായത് എയിലെ എലമെൻസുകൾ പി, ബിയിലെ എലമെൻസുകളുടെ നമ്പർ ക്യൂ ആണെങ്കിൽ എൻ ഓഫ് എ ക്രോസ് ബി, അതായത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ വരുന്ന ഓർഡേഡ് പെയറുകൾ എന്തായിരിക്കുമെന്ന് നമ്മൾ പഠിച്ചു? പി ഇൻറ്റു ക്യൂ ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചു. ഇനി
ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും 2⁻PQ ആയിരിക്കും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2⁻PQ ചെയ്താൽ മതി. നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് സെറ്റിലെ എലമെൻറ്റുകൾ പിയും സെക്കൻഡ് സെറ്റിലെ എലമെൻറ്റുകൾ ക്യൂവും ആണ് എങ്കിൽ N ഓഫ് A ക്രോസ് B, അതായത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ വരുന്ന ഓർഡേർഡ് പെയറുകൾ എപ്പോഴും പിയും അതായത് എയിലെ എലമെൻറ്റുകളും ക്യൂയിലെ എലമെൻറ്റുകളും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നോ അതായിരിക്കും. ഫോർ എക്സാമ്പിൾ സെറ്റ് എയിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്, സെറ്റ് ബിയിൽ 2 എലമെൻറ്റ്സും ഉണ്ട് എങ്കിൽ നമ്മുടെ A ക്രോസ് B, അതായത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ എത്ര ഓർഡേർഡ് പെയറുകൾ കാണും? 3 × 2 6 ഓർഡേർഡ് പെയറുകൾ കാണും. ഇനി ഈ ഓർഡേർഡ് പെയറുകളിലെ റിലേഷൻ കണ്ടുപിടിക്കണം. അതായത് ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2⁻6 ആയിരിക്കും. ഇതാണ് ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ 2⁻PQ ചെയ്താൽ മതിയാകും. ഇനി നമുക്ക് ഈ ഡെഫിനിഷനുകളിലൂടെ ഒന്ന് നോക്കാം. ഡെഫിനിഷനുകളിലൂടെ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഒന്നുകൂടെ നന്നായിട്ട് മനസ്സിലാകും. ഞാൻ ഓടിച്ച് പറയാം കേട്ടോ. എ റിലേഷൻ ആർ ഫ്രം എ നോൺ എംപ്റ്റി സെറ്റ് എ ടു എ നോൺ എംപ്റ്റി സെറ്റ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് ദി കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ ക്രോസ് ബി. അതായത് എയും ബിയും നോൺ എംപ്റ്റി സെറ്റുകളായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോൺ എംപ്റ്റി സെറ്റ് എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ക്രോസ് ബി എന്ന കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിലെ സബ്സെറ്റ് ആയിരിക്കും. അത് ഞാനിപ്പോൾ മുകളിൽ പറഞ്ഞു അല്ലേ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിലെ സബ്സെറ്റായിട്ടാണ് നമ്മൾ റിലേഷൻ എടുക്കുന്നത്. ദ സബ്സെറ്റ് ഈസ് ഡിറൈവ്ഡ് ബൈ ഡിസ്ക്രൈബിങ് എ റിലേഷൻ ബിറ്റ്വീൻ ദ ഫസ്റ്റ് എലമെൻറ്റ് ആൻഡ് ദി സെക്കൻഡ് എലമെൻറ്റ് ഓഫ് ദി ഓർഡേർഡ് പെയർ ഇൻ എ ക്രോസ് ബി. അപ്പോൾ ഈ സബ്സെറ്റിനെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്? എ ക്രോസ് ബിയിലെ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റിൻ്റെയും ഇടയ്ക്കുള്ള റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ സബ്സെറ്റുകളെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. സബ്സെറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനിവിടെ മുകളിൽ പറഞ്ഞായിരുന്നു അല്ലേ. എങ്ങനെയാണ്? നമ്മൾ ഈ ഓർഡേർഡ് പെയറിലെ, അതായത് പി ക്രോസ് ക്യൂവിലെ ഓർഡേർഡ് പെയറുകളിലെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെയും സെക്കൻഡ് എലമെൻറ്റിൻ്റെയും റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ സബ്സെറ്റ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? ദ സെക്കൻഡ് എലമെൻറ്റ് ഈസ് ദി ഇമേജ് ഓഫ് ദി ഫസ്റ്റ് എലമെൻറ്റ്. ഈ ഓരോ ഓർഡേർഡ് പെയറിലെയും, അതായത് നമ്മുടെ സബ്സെറ്റിലെ ഓരോ ഓർഡേർഡ് പെയറുകളിലെയും സെക്കൻഡ് എലമെൻറ്റ് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ എന്തായിരിക്കും? ഇമേജ് ആയിരിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ദ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി ഓർഡേർഡ് പെയർ ഇൻ എ റിലേഷൻ ഫ്രം എ സെറ്റ് എ ടു സെറ്റ് ബി ഈസ് കോൾഡ് ഡൊമൈൻ ഓഫ് ദി റിലേഷൻ ആർ. അതായത് നമുക്ക് കിട്ടിയ സബ്സെറ്റ് ഉണ്ടല്ലോ, നമ്മൾ റിലേഷൻ എഴുതിയ സബ്സെറ്റിലെ ഫസ്റ്റ് എലമെൻറ്റുകൾ, ആ ഓരോ ഓർഡേർഡ് പെയറിലെയും ഫസ്റ്റ് എലമെൻറ്റുകളെ നമ്മൾ എന്ത് വിളിക്കും? ഡൊമൈൻ എന്ന് വിളിക്കും. ദ സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെൻറ്റ്സ് ഇൻ എ റിലേഷൻ ആർ ഫ്രം എ സെറ്റ് എ ടു ബി ഈസ് കോൾഡ് റേഞ്ച്. അപ്പോൾ ആ റിലേഷനകത്ത് നമുക്ക് കിട്ടിയ ഓർഡേർഡ് പെയറിലെ സെക്കൻഡ് എലമെൻറ്റ്സുകളെ നമ്മൾ റേഞ്ച് എന്ന് വിളിക്കും. ഇതൊക്കെ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ജസ്റ്റ് ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ കേട്ടോ. ദ ഹോൾ സെറ്റ് ബി ഈസ് കോൾഡ് കോഡൊമൈൻ. അതായത് നമുക്ക് ആദ്യം തന്നിരുന്ന രണ്ടാമത്തെ സെറ്റ് ബിയെ നമ്മൾ കോഡൊമൈൻ എന്ന് പറയും. റേഞ്ച് ഈസ് ദ സബ്സെറ്റ് ഓഫ് കോഡൊമൈൻ. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പിന്നെന്താ? റിലേഷൻ മേ ബി റെപ്രസെൻറ്റഡ് ആൽജിബ്രിക്കലി ഐദർ ബൈ ദ റോസ്റ്റർ മെത്തേഡ് ഓർ ബൈ സെറ്റ് ബിൽഡർ മെത്തേഡ്. ഏത് മെത്തേഡിൽ വേണമെങ്കിലും നമുക്ക് റിലേഷനെ റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് ആരോ ഡയഗ്രം ഈസ് എ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ റിലേഷൻ. ആരോ ഡയഗ്രം, ഇതിൻ്റെ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ആരോ ഡയഗ്രമാണ്. ആൾജിബ്രിക്കലി നമുക്ക് റോസ്റ്റർ മെത്തേഡിലോ സെറ്റ് ബിൽഡർ ഫോമിലോ നമുക്ക് ഈ റിലേഷനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ റിലേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. ആ റിലേഷനുകളുള്ള ഓർഡേർഡ് പെയറുകളെ എടുത്തെഴുതുന്നതാണ് നമ്മുടെ പി ക്രോസ് ക്യൂവിൻ്റെ സബ്സെറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലായല്ലോ. ഇനി നമുക്ക് എക്സാമ്പിൾസും എക്സസൈസും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.